ഹിന്ദുമതത്തോളം നല്ലൊരു മതം ഇന്നേ വരെ ലോകത്തിലുണ്ടായിട്ടില്ല. എങ്കിലും ഹിന്ദുക്കൾ അതിൻ്റെ ആശയം ഉൾക്കൊണ്ടിട്ടില്ല. നമ്മെ പഠിപ്പിച്ച ആൾക്കാരുടെ അറിവുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. മഹാഗ്രന്ഥങ്ങളിലെല്ലാം അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതൊക്കെ നേരിട്ടല്ല പറഞ്ഞിരിക്കുന്നത്, കഥകളിലൂടെ സന്ദർഭങ്ങളിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്നും ഉൾക്കൊണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഹിന്ദുമതം വേണ്ടത്ര ഹിന്ദുവിനെ പരിപോഷിപ്പിക്കാത്തത്. അത് വിട്ടുകളഞ്ഞു, അതിൻ്റെ മൂല്യം മുഴുവൻ വിട്ടുകളഞ്ഞു. സമ്പത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ട ഹിന്ദുമതം സമ്പത്ത് അപ്രധാനമായിട്ടാണ് ചെറുപ്പം മുതൽ മനസ്സിലാക്കുന്നത്. ചെറുപ്പം മുതൽ ധനത്തിൻ്റെ പ്രാധാന്യം അവൻ മനസ്സിലാക്കുന്നില്ല. ഒരു കുട്ടിയും മനസ്സിലാക്കുന്നില്ല. സന്ധ്യാനാമം ജപിക്കാൻ പഠിപ്പിക്കും. ഭഗവത്ഗീതയുടെ ശ്ലോകങ്ങൾ കാണാതെ പഠിക്കാൻ മനഃപ്പാഠമാക്കാൻ പഠിപ്പിക്കും. സിനിമ കാണും, ബാലെ കാണും, മതപ്രസംഗങ്ങൾ കേൾക്കും. ഒന്നും മനസ്സിലാകില്ല മതപ്രസംഗത്തിൽ. അതേ പറയൂ, മനുഷ്യന് പ്രയോജനമില്ലാത്ത കാര്യങ്ങളെ പറയൂ. മതപ്രസംഗർ പൊതുവെ ചെയ്യുന്നത് അങ്ങനെയാണ്. ഒത്തിരി കാലമായിട്ട് ഞാനിത് കേൾക്കുന്നു. സാധാരണ മനുഷ്യന് ആവശ്യം ആദ്യം വേണ്ടത് അവന് സമ്പത്തുകളാണ്, ഭൗതിക സമ്പത്തുകളാണ്. ഭക്ഷണം കഴിക്കാനുള്ള വക വേണം, ഡ്രസ്സ് ആവശ്യത്തിന് വേണം, നാട്ടിൽ ഉള്ളതുപോലെ നമുക്കുണ്ടാവണം. ചികിത്സയ്ക്ക് പണം വേണം, പഠനത്തിന് പണം വേണം. ഈ പണം സമ്പാദിക്കാൻ വസ്തുക്കളുണ്ടെങ്കിൽ അത് വിറ്റാണ് നടത്തുന്നത്. ധനത്തെക്കുറിച്ചുള്ള അറിവ് വളരെ കുറവാണ്. മറ്റെല്ലാ മതങ്ങളിലും 3 വയസ്സിൽ തുടങ്ങും ഈ ധനതത്വശാസ്ത്രം പഠിപ്പിക്കാൻ. ചെറിയ കഥകളും സന്ദർഭങ്ങളുമാണ് എടുത്തു കാണിക്കുന്നത്. അതിലൂടെ അവൻ 3 വയസ്സിൽ അവൻ്റെ മനസ്സിൽ കടന്നുകൂടുന്ന ആ ധനത്തെക്കുറിച്ചുള്ള ആ കരുതൽ, ധനം വന്നു ചേരുന്നതും അതിൻ്റെ ആവശ്യവും അത് വിനിയോഗിക്കുന്നത് എങ്ങനെയാണെന്നും സൂക്ഷിച്ചു വെക്കേണ്ടത് എങ്ങനെയാണെന്നും 3 വയസ്സിൽ കുഞ്ഞ് പഠിച്ചു തുടങ്ങും. മറ്റു മതങ്ങളിലൊക്കെ, ഹിന്ദുമതത്തിൽ മാത്രം അത് ഗ്രന്ഥങ്ങളിലിരിക്കും. ഇതൊന്നും ഒരു മത പഠന ക്ലാസ്സുകളിലും പറയുകയില്ല. അതിൻ്റെ ആത്മീയവശം പറയും. ആത്മീയവശം ആർക്കും മനസ്സിലാകുകയില്ല. വിരസമാണ്. കുട്ടി മതപാഠശാലയിൽ ചെന്നിരുന്നാൽ അവന് എത്രയും പെട്ടെന്ന് ഊരിയാ കൊള്ളാമെന്ന് തോന്നുന്നു. തത്വങ്ങൾ അവനറിയാതെ അകത്തോട്ട് കുത്തിച്ചെലുത്തേണ്ടതാണ്. അതിന് തക്ക രീതിയിൽ മറ്റു മതങ്ങളിലുണ്ട് കഥകൾ, ധാരാളം കഥകൾ. ആദ്യം മുതൽ തുടങ്ങും കൊച്ചു കഥകൾ. നമുക്കത് വീടുകളിൽ കൊടുക്കാം. കൊച്ചു കുട്ടികൾക്ക് 3 വയസ്സുള്ള കുട്ടി ഒരു മുട്ടായി, ഒരു ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയാൽ വിളിച്ചു വരുത്തി വളരെ സ്നേഹമായിട്ട് വേണം. മുട്ടായിക്ക് എന്ത് വിലയാകും കൊച്ചിനറിയത്തില്ല. അപ്പം എൻ്റെ കയ്യിൽ 60 രൂപ ഇപ്പോൾ ഉള്ളൂ. അതിൽ മുട്ടായിക്ക് ഇപ്പം നമ്മൾ കൊടുത്താൽ 10 രൂപ കൊടുക്കും. പിന്നെ രാവിലെ കാപ്പി കുടിക്കാനുള്ള പാല് വാങ്ങാൻ 50 രൂപയുള്ളൂ. 1 ലിറ്റർ പാലിന് 60 രൂപയാണ് എന്ന് കുഞ്ഞിനോടൊന്ന് പറയണം. അവൻ മനസ്സിലാക്കിയെന്ന് വരികയില്ല. എന്തോ വലിയ കാര്യമാണെന്ന് അവൻ തോന്നും, പക്ഷേ മനസ്സിലാക്കിയെന്ന് വരികയില്ല. അങ്ങനെ ആ രീതിയിൽ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ പ്രായം അനുസരിച്ച് വലിയ വലിയ ക്ലാസ്സുകൾ, ചില്ലറ കാര്യങ്ങളിലൂടെ അവനുമായിട്ടൊന്ന് ഒന്ന് പറഞ്ഞു കൊടുത്താലും മതി. ധനത്തിൻ്റെ പ്രാധാന്യം കൃത്യമായിട്ട് അവനറിയണം. ഒരു 10 വയസ്സ് കഴിയുമ്പം തന്നെ ധനത്തെക്കുറിച്ചുള്ള നല്ല അറിവ് കുട്ടിക്കുണ്ടാവണം. ധനം വരുന്നതിൻ്റെ ബുദ്ധിമുട്ട്, ചിലവാക്കിയാൽ വരുന്ന വിഷമങ്ങൾ, ഇതൊന്നും ഒരു ഹിന്ദു കുട്ടി അറിയുന്നില്ല. അവനൊന്നും അറിഞ്ഞുകൂടാ. വേണമെന്ന് പറയാനല്ലാതെ അതുണ്ടാകുന്നതിനെക്കുറിച്ച് അവനൊന്നും അറിഞ്ഞുകൂടാ. കൂടുതൽ ചിലവാക്കിയാൽ പിന്നെ വന്നില്ലുള്ള വിഷമത്തെക്കുറിച്ച് കുഞ്ഞിനറിഞ്ഞുകൂടാ. അത് 16 വയസ്സ് 18 വയസ്സ് പ്രായപൂർത്തിയായാലും മനസ്സിലാകുന്നില്ല. ഹിന്ദു കുടുംബങ്ങളിൽ അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഒരിക്കലും ധനത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. ഓരോ രൂപയും വരുന്നതേ വഴിക്കാന്ന് കുഞ്ഞോട് അറിയണം. അത് ഓരോ പൈസയും ചിലവാക്കുന്നത് അവനറിയണം. കുറച്ച് 10-15 വയസ്സാകുമ്പോഴേക്ക് എല്ലാം അറിയാറാവും. ഇപ്പോഴത്തെ കുട്ടിക്ക് എല്ലാം അറിയാം. അത് പറഞ്ഞു മനസ്സിലാക്കണം. മൊബൈലിലൂടെ ഒന്നും അവനത്
ആ കാര്യത്തെക്കുറിച്ച് ആദ്യമായിട്ട് വരാൻ ഒക്കുകയില്ല. നമ്മൾ വീട്ടിലെ ധന വിനിയോഗവും വരവും ചെലവും അത് സൂക്ഷിക്കേണ്ട വിധവും നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചില്ലെങ്കിൽ ഒരിക്കലും ഒരു കുട്ടിയും ധനത്തെക്കുറിച്ച് പഠിക്കുകയില്ല. അവൻ വലുതാകുമ്പോഴും പഠിച്ചു പോകും. ഇനിയും പ്ലസ് ടുവിന് ചോദിച്ചാൽ അത് എഴുതിയെടുക്കാൻ 3 കൊല്ലം 4 കൊല്ലം വേണ്ടി കളയും. ഓരോന്ന് പോയി ഇങ്ങനെ കുറേ എഴുതിയെടുക്കാൻ കാലം വെറുതെ മുന്നോട്ട് കളയും. ഒന്നും നേടുകയില്ല. ഇങ്ങോട്ട് പ്ലസ് 2 പാസ്സായിട്ട് എന്നാ നേടാനാ? ഇത്ര ബുദ്ധിമുട്ടി കാലങ്ങൾ കഴിഞ്ഞ് പഠിച്ചിട്ട് ഇനി ഡിഗ്രിക്ക് വേണ്ടി പോവുക. അപ്പോൾ ടീനേജ് കഴിഞ്ഞാൽ ഒരു കാര്യത്തിലും പഠിച്ചാൽ മുന്നേറാൻ ബുദ്ധിമുട്ടാണ്. അടിസ്ഥാനപരമായ അറിവ് വാസനയായിട്ട് അവന് മാറുന്നില്ല. ഒരു തൊഴിൽ ടീനേജിൽ പഠിച്ചു കഴിഞ്ഞില്ലെങ്കിൽ, 3/4 ഭാഗമെങ്കിലും പഠിച്ചില്ലെങ്കിൽ അവൻ ആ രംഗത്ത് മുന്നേറുകയില്ല. ബിസിനസ്സോ ജോലിയോ അതുപോലെ എന്തായാലും എന്തോ കാര്യത്തിലാണെങ്കിലും അവന് അറിഞ്ഞിരിക്കണം. ധനം സമ്പാദിക്കുന്ന രീതി അവൻ അറിഞ്ഞിരിക്കണം. ധനത്തെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കണം. നേടുന്നത് എങ്ങനെയാണ്, നേടാനുള്ള ബുദ്ധിമുട്ട്, ചിലവാക്കാതെ എങ്ങനെ സൂക്ഷിക്കാതെ എങ്ങനെ സൂക്ഷിക്കും എന്നറിയണം. തൻ്റെ ഇടം തന്നെ വരും, ശരീരത്തിനും വരും, മനസ്സിനും വരും, കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയും വരും. ഇതൊന്നുമില്ലാതാണ് ഒരു ഹിന്ദു കുട്ടി വളരുന്നത്. അതുകൊണ്ടാണ് പഠനത്തിന് മുന്നോട്ട് പോകേണ്ടി വരുമ്പോൾ പലരും വസ്തു വയ്ക്കുന്നത്. എനിക്കറിയാം, 5 ഏക്കറുള്ളൊരു പുരയിടം മെയിൻ റോഡ് ഇറമ്പാ ബസ്. അതിൽ ആ റോഡെ ഒരു 25 ബസ് രാവിലെ ഒരു ഉച്ചയ്ക്ക് മുമ്പ് ഓടുന്നുണ്ട്. ആ റോഡ് ഇറമ്പിലുള്ള വസ്തു ആ 5 ഏക്കറിൽ 1 ഏക്കർ വിറ്റിട്ടാണ് പിള്ളേരെ പഠിപ്പിച്ചത്. ഈ 5 ഏക്കറിൽ കിട്ടുന്ന റബ്ബറുണ്ട്, തേങ്ങയുണ്ട്, എല്ലാം ഉണ്ട്. എന്ത് ഉണ്ടാക്കാൻ പറ്റിയില്ല പിള്ളേരെ പഠിപ്പിക്കാൻ? ഇതുപോലെയാണ് ഹൈന്ദവ കുടുംബങ്ങളിലൊക്കെ ഉള്ളത്. ഒരംശമെങ്കിലും വിൽക്കാൻ നോക്കും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി പോലും വിൽക്കുന്നവരുണ്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ട്. ചികിത്സ, ആശുപത്രിയിൽ ഒരു ചികിത്സ വന്നാൽ അതിനൊക്കെ വസ്തു വിൽക്കുക. ആ രീതിയിലേക്ക് പോകാൻ തക്ക കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ അവനിൽ ചെലുത്തുന്ന ആ അറിവില്ലായ്മയാണ്. ധനതത്വശാസ്ത്രം പഠിക്കുന്നില്ല കുഞ്ഞ്. മറ്റ് മതങ്ങളിൽ അതല്ല. ധാരാളം കഥകളുണ്ട്. അത് ചെറുപ്പം 3 വയസ്സ് മുതൽ പഠിപ്പിക്കും. ബിസിനസ് പഠിപ്പിക്കും. ബിസിനസ് ഒന്നും കുട്ടി അറിയത്തില്ല. പക്ഷെ അതെങ്ങനെ പൈസ വന്നു ചേരുന്നത്, അതെങ്ങനെ സൂക്ഷിക്കണം, എവിടെ നിന്നൊക്കെ വരണം, എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണം, ഈ വിഷയങ്ങളെല്ലാം ഉൾക്കൊണ്ട കഥകൾ ധാരാളമുണ്ട്. അത് പഠിപ്പിക്കുന്ന ആളിൻ്റെ ഭാവനയോടെ ചെലുത്തി കുഞ്ഞിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് അത് വേണ്ട പോലെ വിവരിച്ചു കൊടുക്കും. അങ്ങനെയാണ് അവർ വളരുന്നതും സാമ്പത്തികമായിട്ട് ഉയരുന്നതും. എന്തുകൊണ്ടാണ് യൂറോപ്യൻസ് ഇത്രയും ധനശേഷി വന്നത്? അവർ കുഞ്ഞായിരിക്കും മുതൽ ഈ മതപാഠശാലകളിൽ പഠിച്ചിട്ടുള്ളത് ധനത്തെക്കുറിച്ചാണ്. അത് ബൈബിളിലുണ്ട്, എല്ലാ മതഗ്രന്ഥങ്ങളിലും ഉണ്ട്, ഹിന്ദു പുരാണങ്ങളിലും ഉണ്ട്. ഇത് അത് കഥകളായി കുഞ്ഞു പഠിച്ചു വെക്കും. ഒരു പ്രായപൂർത്തിയാകുമ്പോഴേക്ക് ധനം സമ്പാദിക്കണമെന്നുള്ള ആവേശമാണ് അവന്, വലിയ ആവേശമാണ്. അത് അവനെ എങ്ങനെ അതിക്രമിച്ച് എവിടെ ചെന്നായാലും അതിക്രമിച്ച് ഇന്ത്യയിൽ വന്ന് ഇവിടുത്തെ സ്വത്തുക്കൾ മുഴുവൻ കൊണ്ടുപോയത് അങ്ങനെയാണ്. ഇവിടുത്തെ സമ്പത്ത് മുഴുവൻ കവർന്നെടുത്തത് അങ്ങനെയാണ്. ബാധിച്ച സ്വത്താണ് ഇവിടുന്ന് കൊണ്ടു കളഞ്ഞത്. അതാണ് അതിൻ്റെ അത് ചെറുപ്പത്തിൽ പഠിക്കുന്നതിന് ഗുണമാണ്. ധനത്തെക്കുറിച്ച് അതെങ്ങനെ ചൂഷണം ചെയ്യാം, അന്യൻ്റെ ധനം കൈക്കൽ ആക്കാമെന്നുള്ളത് പഠിച്ചു വയ്ക്കും. അങ്ങനെയാണ് യൂറോപ്യൻസ് എല്ലാം ഇത്രയും വളർന്നത്. അതൊന്നും അറിയാതെ ഇവിടെ ഇത് തൊട്ട് തൊഴുത് അതിനൊക്കെ വലിയ ആത്മീയതയുടെ വലിയ കാര്യമാണെന്നും പറഞ്ഞ് ഇത് ആത്മീയ വശങ്ങളാണെന്നും പറഞ്ഞ് അതും ഇതുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു കഥയില്ല. ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ, ജീവിതം സുഗമമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ധനം വേണം. ധനമില്ലെങ്കിൽ അന്യൻ്റെ അടിമയായി പോകും. അന്യൻ്റെ അടുക്ക് വാപത്ത് നിൽക്കേണ്ടി വരും. അന്യൻ പറയുന്ന അവൻ്റെ സ്വൽപ്പടിക്ക് നിൽക്കേണ്ടി വരും. അത് കൊച്ചു കുട്ടിയാണ് 3 വയസ്സ് മുതൽ ഈ മതപാഠശാല തുടങ്ങുകയും അതിനകത്ത് ഇതുപോലുള്ള ജീവിക്കാൻ എന്താണെന്നാണ് പഠിപ്പിക്കേണ്ടത്. മതഗ്രന്ഥങ്ങൾ, മതത്തിലെ തത്വങ്ങളും ചേർക്കാം എന്നേ ഉള്ളൂ. മതം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല ജീവിതമാണ്. അതിനകത്തൊരു 1% പേര് ആത്മീയമായ കൂടുതൽ താല്പര്യമുള്ളവരുണ്ട്. അവരൊക്കെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുകയോ ബുക്കിലൂടെയോ അതുപോലുള്ള സ്ഥാപനത്തിലാക്കിയോ അത് പഠിച്ചു വരണം മുന്നോട്ട്. ഇല്ലാതെ യാതൊന്നും നടക്കുകയില്ല. ധനമാണ് വേണ്ടത്. ധനം 1ാം സ്ഥാനം കൊടുത്ത് കുഞ്ഞുകുട്ടി 3 വയസ്സിൽ അവന് ധനം എങ്ങനെ കിട്ടണം, അത് ചെലവഴിക്കുന്നതിനെ കുറിച്ച് പഠിപ്പിച്ചു വരണം. ഒത്തിരി കഥകൾ തന്നെ ഉണ്ടാക്കി പറയാം. ഇല്ലെങ്കിൽ ഗ്രന്ഥങ്ങളിൽ തന്നെ ഉണ്ട്. ദശരഥന് 4 മക്കളുണ്ടായി. 4 മക്കളുണ്ടായപ്പോഴേ ധാരാളം സ്വർണവും പശുക്കളെയും
രാജ്യത്തുള്ള പ്രജകൾക്കും കൊട്ടാരത്തിലെ ജോലിക്കാർക്കും ബ്രാഹ്മണൻ ഉദ്ദേശിക്കുന്നത് അക്കാലത്ത് അന്യനെ ജീവിച്ച് അന്യനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗമാണ്. അതാണ് അന്നും അവർ കൊടുത്തു എടുത്തെടുത്ത് പറയുന്നത്. അവർക്ക് മഹത്വമൊന്നും ഉണ്ടായിട്ടല്ല, അവർ ശുദ്ധാത്മാക്കളാണ് അന്ന് ഉള്ളവർ. അതുകൊണ്ട് അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യം സാധിക്കും. പഠിപ്പിക്കുക, മതം അതൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കുക. അവരിൽ ചുമ്മാ ഇരിക്കുന്നതുകൊണ്ട് ബുദ്ധിക്ക് കുറച്ച് വികസനം വരും, ചിന്തിച്ചൊക്കെ ഇരിക്കുന്നതുകൊണ്ട്. വേറെ ജോലിക്കൊന്നും പോകണ്ടല്ലോ. പൂജ വേണം, ദൈവവിശ്വാസം വേണം, അതൊക്കെ മനസ്സിന് ആവശ്യമില്ലേ? അതിനു വേണ്ടിയിട്ട് ആണ് അവരെ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും നാട്ടിൽ ഇഷ്ടം പോലെ സ്വർണം ദാനം ചെയ്തു, തുണിത്തരങ്ങൾ ദാനം ചെയ്തു, പശുക്കളെ ദാനം ചെയ്തു. ഇതില്ലേ ഇതെല്ലാം കൊടുക്കാൻ ഒക്കുമോ? ദശരഥൻ ഇതിനുള്ള കഴിവില്ലെങ്കിൽ ഈ പുത്രന്മാർ 4 പേരുണ്ടായപ്പം എവിടുന്ന് എടുത്തു വെച്ച് കൊടുക്കും? അതുപോലെ സമ്പത്തുണ്ട്, അത് നമുക്ക് കൊടുക്കാൻ ഉള്ളത് കൊണ്ടാണ്. അത് ഈ കഥ തന്നെ എത്ര നാൾ കുട്ടികളെ പഠിപ്പിക്കാനുള്ള വശങ്ങളായിട്ട് ശാഖകളായിട്ട് തിരിച്ച് പറയാമെന്നറിയാമോ? ധനം ധാരാളം ഇല്ലാതെ ഒന്നും നടക്കുകയില്ല. അത് സമ്പാദിക്കാതെ ആത്മീയതയാണെന്നും പറഞ്ഞ് ഇതും കാണാൻ പഠിച്ച് നടന്ന ഒക്കുകയില്ല. ധനത്തെക്കുറിച്ചുള്ള നമ്മുടെ ഈ ഗ്രന്ഥങ്ങളിലെല്ലാം ഉണ്ട്. അതൊക്കെ നിറച്ചു വെച്ചിരിക്കുക, ഗോപ്യമാണ്. ആവശ്യമുള്ളത് ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. കൊച്ചുകുട്ടിക്കൊന്നും ഉള്ള കപ്പാസിറ്റി കാണുകയില്ല. ഒരു 10-18 വയസ്സ് വരെ അതിന് കഴിഞ്ഞെന്ന് വരികയില്ല. അപ്പോൾ മതം പഠിപ്പിക്കുന്നവർ 1ാം സ്ഥാനം ധനസമ്പാദനത്തിനും അത് സൂക്ഷിച്ചു വെക്കുന്നതിനും കൊടുക്കണം. അത് വിനിയോഗിക്കുന്നത് എങ്ങനെയെന്ന് കണ്ടുപിടിക്കണം. നമ്മൾ അനുഭവിച്ചല്ല അതിന് ദോഷം. ഇത് പഠിപ്പിച്ചിട്ടാണ് യൂറോപ്പിൽ ഇങ്ങനെ നാടുകളെ അതിക്രമിച്ച് കാണുന്ന സ്വത്തുക്കളെല്ലാം കംപ്ലീറ്റ് കൊള്ളയടിച്ചത്. അങ്ങനെയുള്ള മതങ്ങളിൽ വിശ്വസിക്കുന്നവർ അവർ പഠിക്കുന്ന അതാണ് വിളിക്കുന്നത്. എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം അതാണ്. ധനസമ്പാദനമാണ് ആദ്യം. ആത്മീയത ഒന്നും ഒട്ടുമില്ലാത്ത മതങ്ങളുണ്ട്. സത്യത്തിൽ ഈ ഹിന്ദു ആത്മീയതയോ ശരിയായ ആത്മീയതയല്ലത്. ഇതിനകത്ത് മുഴുവൻ ധനം കൈകാര്യം ഭൗതിക ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളത് മാത്രമാണ് കാര്യമായിട്ട് കൊടുത്തേക്കുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ വിവരമില്ലാത്ത സന്യാസിമാർ കുറച്ചേ ഉള്ളൂ വിവരമില്ലാത്ത, നല്ല ഗാംഭീര്യമുള്ള അറിവുള്ളവരുണ്ട്. കൊളത്തൂർ അദ്വൈതാശ്രമത്തിലെ സ്വാമി, കുളത്തൂർ ഈ കുളത്തൂരല്ല, മലബാറിലുള്ള കുളത്തൂർ, അവിടുത്തെ അദ്വൈതാശ്രമത്തിലെ സ്വാമിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അദ്വൈതാശ്രമം കുളത്തൂർ, അവിടുത്തെ ചിദാനന്ദ സ്വാമി അത്യുഗ്രൻ പ്രഭാഷകനാണ്. ആശയം ഗാംഭീര്യം വളരെയാണ്. ഓരോ സെന്റൻസിനും ആശയമുണ്ട്. ഗംഭീരമുള്ള ആശയങ്ങളാണ്. ഓരോ ഹിന്ദുവും കേൾക്കേണ്ട പ്രസംഗമാണ് അദ്ദേഹത്തിൻ്റെ. അദ്വൈതാശ്രമം കുളത്തൂർ ചിദാനന്ദ സ്വാമി വളരെ വളരെ ഉന്നതനാണ് അദ്ദേഹം. പ്രസംഗ കാര്യത്തിലൊക്കെ ആശയം കൊണ്ട് അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും കിട്ടുമെങ്കിൽ വിളിച്ച് പ്രഭാഷണം നടത്തിച്ച് അതിൽ നിന്ന് ആശയം ഉൾക്കൊള്ളണം. ആത്മീയതയും പേരും പറഞ്ഞ് നടക്കാതെ സ്വന്തം ജീവിതത്തിനാവശ്യമുള്ള ആദ്യം സമ്പത്താണെന്ന കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കണം. പ്രായമായിട്ട് പഠിപ്പിച്ചെടുക്കാൻ നോക്കുകയില്ല. 3 വയസ്സിൽ തുടങ്ങണം. കഥകളിലൂടെയൊക്കെ എല്ലാ രീതിയിലും വീട്ടുകാർക്ക് തന്നെ ഒത്തിരി ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും അവനെയുമായിട്ട് ആലോചിച്ച് ഉൾപ്പെടുത്താം. അതൊന്നും ഉൾപ്പെടുത്തുകയില്ല. ഹൈന്ദവ ഭവനങ്ങൾ പൊതുവെ സാമ്പത്തികമായിട്ട് താഴ്ന്നു നിൽക്കുന്നതിന് കാരണം അതാണ്. അന്യൻ്റെ കീഴിൽ 1000 കൊല്ലം കഴിഞ്ഞതിനും കാരണം അത് തന്നെയാണ്. ഇത് ധനത്തെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ഒരാൾ അന്യം കയറി എന്നൊരാൾ സമ്മതിക്കുകയില്ല. അവന് വരുമ്പോഴേ അറിയാം. ഒരാൾ സംശയിക്കും. അവനെൻ്റെ കയ്യിരിക്കുന്ന ധനം സമ്പാദിക്കാനാണോ എന്ന് അവൻ സംശയിക്കും. അങ്ങനെ എല്ലാവർക്കും തോന്നുമ്പോൾ ഒരു രാജ്യത്തിന് മറ്റാരെ ചേർത്ത് നിൽക്കാൻ പറ്റും. അതാണ് വേണ്ടത്. അതിന് പകരം ഇതും വായിച്ച് ഇതാണ്ട് ആത്മീയതയാണെന്നും പറഞ്ഞ് ഉള്ള കാലം മുഴുവൻ കളഞ്ഞ് മുന്നോട്ട് പോവുക. നമ്മുടെ കൂട്ടത്തിലെ 0.01% ആൾക്കാരെ ഇതറിയാവുന്നവരുണ്ട്. അവരാണ് ചാച്ചായും ബിർളായും ഒക്കെ, അല്ലെങ്കിൽ രവിപ്പിള്ളിയും കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയും. ഇവരൊക്കെ അത് അറിയാവുന്നവരാ. അല്ലാത്തവർക്ക് ഇതൊന്നും അറിയത്തില്ല. ചെറിയൊരു മുറുകക്കടവുകൾ നടത്താനുള്ള തൻ്റെ ഇടവും അറിവില്ലാത്തവരാണ് ഹൈന്ദവർ. ആ കഴിവില്ലായിരിക്കും. അത് ധനത്തെക്കുറിച്ചുള്ള ചെറുപ്പത്തിലുള്ള അറിവ് കിട്ടാഞ്ഞിട്ടാണ്.
ദയവായിട്ട് അതൊന്നും പഠിച്ചു. ഇനിയുള്ള കാലം അത് പഠിപ്പിച്ചെടുക്കണം. കുട്ടികളെ കുഞ്ഞായിരിക്കും 3 വയസ്സിൽ പഠിപ്പിക്കണം, എങ്കിലേ അത് കൊള്ളുകയുള്ളൂ. അവൻ്റെ ജീവിതത്തിൻ്റെ വാസനയുടെ ബലമായിട്ട്, വാസനയുടെ ഒരു ഭാഗമായിട്ട് മാറും ധനസമ്പാദനം. അത് സമ്പാദിക്കുക. ധനമില്ലെങ്കിൽ ഒന്നും നടക്കുകയില്ല. ആത്മീയതയൊക്കെ പോകും. ധനമില്ലെങ്കിൽ അന്യൻ്റെ കീഴിലായാൽ ആത്മീയതയൊന്നും അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് കൊണ്ടു നടക്കാൻ ഒക്കുകയില്ല. അത് ദയവായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ.